നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ബ്യൂറോക്രസിയുടെ നിയതമായിട്ടുള്ള വഴിത്താരയിലൂടെ സഞ്ചരിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ JB ജംഗ്ഷനിൽ അതിഥിയായി കൊണ്ടുവരുന്നത്. പല പേരുകളിലും ജനങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നു. സിംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഋഷിരാജ് IPSനെ നമ്മൾ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ മനസ്സിൽ സാറ് നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ശുഭകർമ്മത്തിന് മുമ്പ് ഒരു പാട്ടുണ്ടാവില്ലേ? ഏത് പാട്ടാ പറയാ? നീ മധുപകരൂ മലർ ചൊരിയും അനുരാഗു പൗർണമിയേ, നീ മധുപകരൂ മലർ ചൊരിയും അനുരാഗു പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊഴിയേ, നീ മധുപകരൂ മലർ ചൊരിയും അനുരാഗ് പൗർണമിയേ. ഞാൻ താങ്കളോടൊരു പാട്ട് പാടി തുടങ്ങണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു രാജസ്ഥാനിലെ ബിക്കാനറിലുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച താങ്കൾ രണ്ടുപേര് ഹിന്ദി പാട്ട് പാടുമെന്ന് വിചാരിച്ചത്. ഹിന്ദി പാട്ട് നമ്മൾ പാടുന്നുണ്ട്, പക്ഷെ മലയാളത്തോടുള്ള താങ്കളുടെ സ്നേഹമാണ് ഈ മധുപഗുരുവിൽ കാണുന്നത്. പാട്ടൊക്കെ ഞാൻ പണ്ടേ മുതൽ ഞാൻ നമ്മുടെ പാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കുറേ മാഗസീൻസിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ എനിക്ക് ബാല്യകാലത്തിൽ എനിക്ക് ഇത് നമ്മുടെ പാടാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. സംസാരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒരു 18 വയസ്സ് വരെ താങ്കൾക്ക് ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പാടാൻ നമ്മൾ പറ്റില്ലല്ലോ. അത് ശരിയാക്കിയ ശേഷം പിന്നെ ഒരു വാശിയായിട്ട് ഒരു ഡിറ്റർമിനേഷനാണ്. ഒരു ശബ്ദത്തിലുള്ള ഒരു വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കോളേജുകളിലൊക്കെ നമ്മുടെ ആ രീതിയിൽ പാടാനാണ് തുടങ്ങിയത്. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടോ? ഒരുപാട് പേരുടെ മനം ശ്രീ ഋഷിരാജ് കവർന്നിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. മനം ആരുടെ കവർന്നോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല എന്നും പറയാൻ ഞാൻ ആളല്ല, അല്ല ഉദ്ദേശിച്ചത്. നമ്മൾ സത്യാവസ്ഥ പറഞ്ഞാൽ ഒരു എപ്പോഴും ഈ പഠനത്തിൻ്റെ കാര്യം നമ്മൾ ഇതെല്ലാം ഇപ്പോൾ ശരിയായി, ഇപ്പോൾ സംസാരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ആ ഒരു വാശി കൊണ്ടാണ് പിന്നെ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ പിന്നെ മുഴുവൻ സമയവും നമ്മുടെ പഠനത്തിലേക്ക് ആയിപ്പോയി. കോൺസെൻട്രേഷൻ മുഴുവൻ പഠനമായി. പക്ഷെ താങ്കൾ ആദ്യം മുഴുവൻ മറ്റേ ക്രിക്കറ്റ് എടുത്തൊക്കെ കളിച്ചു. അതോ ഇത് ശരിയാവുമ്പോൾ അതും നിർത്തി. പഠനം ശരിയായപ്പോൾ ക്രിക്കറ്റ് നിർത്തി. ക്രിക്കറ്റൊക്കെ അതിൻ്റെ ഒരു സംവിധാനം വേണം, അതിൻ്റെ ഒരു ബേസ് വേണം. രാജസ്ഥാനിലൊക്കെ ബിക്കാനേറിലൊക്കെ പറഞ്ഞു വെച്ചാൽ നമുക്കൊക്കെ ബാക്കി ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ കാര്യമൊക്കെ ഇപ്പം നമുക്കറിയാമല്ലോ. സഞ്ജു സാംസന്റെ കാര്യമൊക്കെ നോക്കണം. നമുക്ക് കളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു 10 വയസ്സ് മുതൽ നമ്മൾ നാട് മുഴുവൻ നമ്മളെ പേര് അറിഞ്ഞിരിക്കണം. 10 വയസ്സ് മുതൽ. ഇല്ലെങ്കിൽ ഒരു 18 വയസ്സമോ ഇല്ലെങ്കിൽ 20 വർഷം ശേഷമോ നമ്മൾ ഒരു തെളിഞ്ഞാൽ അത് നമ്മൾ അങ്ങും ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് ആ കളി, അല്ലേ? ഒരുപാട് ടാലൻസ് ഉണ്ട്. ഞാൻ താങ്കളുടെ ജീവിതരേഖയിലൂടെ ഒന്ന് കടന്നു പോകുമായിരുന്നു. കുറച്ച് റിസർച്ച് നമ്മൾ ചെയ്തപ്പോൾ വളരെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതായത് താങ്കൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ, വേറെ മറ്റ് സംഭവങ്ങളൊന്നും വരുന്നില്ല. അതിൽ തന്നെ ഒരു ഒബ്സഷൻ വേണം. അതൊരു അങ്ങനെ ഒരു തോന്നൽ എനിക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ക്രിക്കറ്റിൻ്റെ പുറകിൽ നമ്മളായിരുന്നു. ക്രിക്കറ്റിൻ്റെ പുറകിൽ പറഞ്ഞു വെച്ചാൽ ഒരു ഭ്രാന്ത് നമുക്ക് പറയാം. ഗ്രൗണ്ടിൽ മാത്രം ജീവിതമായിരുന്നു. അടുത്ത ദിവസം പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബന്ധുക്കൾ വന്നിട്ട് എന്നെ വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഇനിയെങ്കിലും വരണം, നാളെ പരീക്ഷയല്ലേ. വളരെ മോശമായ മാർക്സ് കൊണ്ടാണ് ഞാൻ നമ്മുടെ BA പരീക്ഷയിലൊക്കെ ഞാൻ പാസ്സായത്. ഒരു മാർക്സ് കൊണ്ടാണ് ഞാൻ 3rd ക്ലാസ് ഒഴിവാക്കിയത്. നമുക്ക് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ എല്ലാം ഗൂഗിളിൽ ഏതായാലും ഉണ്ട്. യു ക്യാൻ ഓൾവേസ് ഫൈൻഡ് ഔട്ട് എവറിത്തിങ്. ഒരു മാർക്സ് കൊണ്ട് മാത്രം ഞാൻ 2nd ക്ലാസ് കൊണ്ട് പാസ്സായതാണ് ഈ ക്രിക്കറ്റിൻ്റെ ബഹളത്തിൽ. പിന്നെ എനിക്ക് മനസ്സിലായി ഈ രീതിയിൽ പോയാൽ നമ്മൾ അങ്ങും എത്തില്ല. ക്രിക്കറ്റിലും ആ സമയം എനിക്ക് ഒരു 19 വയസ്സ് 20 വയസ്സൊക്കെ ആവാറായി. നമ്മൾ ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അപ്പോൾ തന്നെ ഒരു മനസ്സിൽ ഒരു തിളക്കം പോലെ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കോളേജിൻ്റെ ക്യാപ്റ്റനും കൂടിയായിരുന്നു.
കിറ്റ് എന്ത് കോളേജിൻ്റെ ക്യാപ്റ്റൻ്റെ വീട്ടിലായിരിക്കും ഈ മൊത്തം കിറ്റൊക്കെ എല്ലാം കിറ്റൊക്കെ എടുത്ത് എനിക്ക് ഇനി ഓർമ്മ ഉണ്ട്. മൊത്തം കിറ്റ് ഒരാൾ കൊണ്ടാലും എടുക്കാൻ പറ്റില്ല, വലിയ വെയിറ്റാണ്. സൈക്കിളിൻ്റെ മേളിലൊക്കെ കയറ്റി സ്പോർട്സ് ടീച്ചറിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വെച്ചു. ഞാൻ പറഞ്ഞു ഇനിയും ഞാനത് ഇത് ഞാൻ രാജിവെക്കുന്നു, ഞാൻ ക്രിക്കറ്റ് കൊണ്ടായിരിക്കും റെസിഗ്നേഷൻ ലെറ്റർ ആയിരുന്നു ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? നമ്മൾ രണ്ട് കാര്യം ഒരുമിച്ച് നടക്കില്ല സാർ. ഇനിയും എനിക്ക് പഠിക്കണം. അതിനുശേഷം പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല. ഫുൾ സ്റ്റീമിൽ താങ്കൾ പോയി. MA ഒക്കെ നല്ല മാർക്ക്, ഗോൾഡ് മെഡലിസ്റ്റാണ്. ഗോൾഡ് മെഡലിസ്റ്റാണ്. ഒരു നിശ്ചയദാർഢ്യം താങ്കളിൽ എപ്പോഴും ഉണ്ട്, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ഒരു ആക്ടിവിസ്റ്റിന്റെ തലം ഉണ്ടായത് ഒരു പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. താങ്കൾ DNA ഉണ്ടോ ഒരു ആക്ടിവിസ്റ്റ് ഉള്ളത്? അല്ല, നേരത്തെ ഈ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ചോദ്യം പോലെ ക്ലാസ്സിന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ടീച്ചർ പറയും ഇത് എഴുതി തരണം. ടീച്ചർക്ക് താങ്കളുടെ ഈ സംസാരത്തിന്റെ വലിയൊരു തലവേദന. അതൊരു 18 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അതൊരു ഒരുപാട് ഹ്യൂമിലിയേഷൻ. ഒരു ആളുകളെ കളിയാക്കുക, കുട്ടികൾ അത് ഒരു 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 വല്ലാത്ത രീതിയിൽ സംസാരിക്കുക, നമുക്ക് മുമ്പിൽ തന്നെ എന്നെ ഒരു കൊച്ചാക്കിയിട്ട് പോവുക. സ്വാഭാവികമായിട്ടും അതായത് സ്കൂളിൽ പഠിക്കുന്ന അത് ഒരു 18 വയസ്സ് വരെ നമ്മളെ കണ്ടതാണ്. ഓപ്പറേഷൻ നടക്കുമ്പോൾ തന്നെ ആ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ PGI ചണ്ഡീഗഡിൽ എൻ്റെ മാമൻ എന്നെ കൊണ്ടുപോയതാണ്. അവർ പറഞ്ഞു ഇനിയും ഈ ഓപ്പറേഷൻ നടക്കില്ല. ഇതൊരു സാധാരണ ഓപ്പറേഷനാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ 2 വയസ്സിൻ്റെ താഴെ ചെയ്യണം. കാരണം നമ്മുടെ ശരീരത്തിൽ ആ ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുമല്ലോ, അത് ഇലാസ്റ്റിസിറ്റി നമ്മുടെ വയസ്സ് കൂടുമ്പോൾ ഇത് കുറയുന്നു. ഡോക്ടർ ആദ്യത്തെ നോക്കിയിട്ട് പറഞ്ഞു ഈ ഓപ്പറേഷൻ നടക്കില്ല, നിങ്ങളൊക്കെ ലേറ്റായിപ്പോയി. അപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു. അന്ന് 1978 PGIയിൽ നല്ല സംവിധാനം ഉണ്ടെങ്കിലും മെഡിക്കൽ സയൻസ് കുറവല്ലേ. അപ്പോൾ അവർ പറഞ്ഞു ഈ ശരീരത്തിൽ നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ ശരീരത്തിൻ്റെ ഏതൊരു ഭാഗം നിന്ന് ഇയാളത് ഒരു ചർമ്മം ഒരു ചെറിയൊരു സ്ലൈഡൊക്കെ എടുത്തിട്ട് ഇതിനകത്ത് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നു. അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ മുഖം ഒരു വലുതായിട്ട് എന്നെ തുറക്കണം, എൻ്റെ 2 കൈകൾ മുഖത്തിനകത്ത് പോയി സ്റ്റിച്ച് ചെയ്യണമെന്ന്. അത് ചിലപ്പോൾ മുഖം തിരിച്ച ആ അവസ്ഥയിലേക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആ ചെയ്ത ഓപ്പറേഷൻ തന്നെ ഇതിനകത്ത് ഇലാസ്റ്റിസിറ്റി കുറവായതുകൊണ്ട് ചിലപ്പോൾ ഇത് കീറി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഞാൻ ചെയ്യില്ല. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ മാമനിൻ്റെ കുറേ കൂടെ പഠിക്കുന്ന ബീക്കാനേറിൽ നിന്ന് പഠിക്കുന്ന കുറേ ആളുകൾ അവിടെ PG ചെയ്യുകയായിരുന്നു. അവർ ഒരു കാൽ പിടിച്ചിട്ടാണ് എന്ന് മുമ്പിൽ ഐ വിൽ നെവർ ഫർഗെറ്റ് ദാറ്റ്. കാൽ പിടിച്ചിട്ടാണ് ഇയാൾ അത്രയും ദൂരം നിന്ന് വന്നല്ലേ, ഒന്ന് ചെയ്യണം. അന്ന് സാർ ഓപ്പറേഷൻ സമയത്തിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഈ നമ്മുടെ ഉപ്പിട്ടൊക്കെ എടുക്കാറുണ്ടല്ലോ, എന്തെങ്കിലും അന്നത് ഇല്ലായിരുന്നു. അന്ന് ഡോക്ടർമാരുടെ മേളിൽ എല്ലാ ആളുകൾക്കും വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കേസിൽ അവരെല്ലാം ഉപ്പിട്ട് വാങ്ങി വെച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചു, ഞാൻ ഒറ്റ മകനാണ്, എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട്, അവരെങ്ങനെ പറയുന്നു ചിലപ്പോൾ ഓപ്പറേഷൻ സക്സസ് ആവും, ചിലപ്പോൾ ആവില്ല, എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ഏതായാലും ആ സ്കൂളും കോളേജിലും ഒക്കെ എനിക്ക് അവിടെ കിട്ടുന്ന നമ്മുടെ ഈ അവമാന എന്നെ ഒരു കളിയാക്കണുണ്ടല്ലോ, അതിനേക്കാൾ ഭേദമാണ് ഓപ്പറേഷൻ നന്നായില്ലെങ്കിലും ഇവിടെ ഈ ഓപ്പറേഷൻ ടേബിളിൽ മരിച്ചാലും ഐ വിൽ അക്സെപ്റ്റ്. ആ ഒരു നിശ്ചയദാർഢ്യമാണ് ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അന്ന് താങ്കൾ 18-ാം വയസ്സിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ, that must have taken you to this level actually. അതെ, ഇറ്റ് വാസ് എ ബിഗ് ഓപ്പറേഷൻ. ഒരു 5 മണിക്കൂറിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു. പിന്നെ അത് സക്സസ്ഫുള്ളായി മാറി. കുറേ എക്സസൈസ് ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത ശേഷം പിന്നെ ഓക്കെ. പിന്നീട് പിന്നോട്ടൊരു നോട്ടം ഉണ്ടായിട്ടില്ല. ഫുൾ സ്റ്റീം. അപ്പോൾ താങ്കൾ ചോദ്യം ചോദിച്ചായിരുന്നു ഈ എല്ലാം ഡിറ്റർമിനേഷനും പിന്നെ ഈ ആക്ടിവിസവും ഒക്കെ തുടങ്ങിയത് അന്ന് മുതലാണ്. അതിന് മുമ്പ് നമുക്ക് എത്ര ആക്ടിവിസം നമ്മൾ തോന്നിയാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക്. താങ്കളുടെ ആക്ടിവിസത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഒരു പ്രധാന രാഷ്ട്രീയ നേതാവ് വരുന്നുണ്ട്. നമസ്കാരം സർ. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പോലീസ് ഓഫീസറാണ് അങ്ങ്. നിയമം നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പക്ഷേ നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ നിയമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ പ്രഥമ ശ്രേണിയിലുള്ള ആളാണ് താങ്കളെന്ന് ഓരോ മലയാളിയും അടിയുറച്ച് വിശ്വസിക്കുന്നു. മലയാളികൾ ഇങ്ങനെയാണ്, ആക്ടിവിസത്തിലേറെ വിശ്വസിക്കുന്നവരാണ്. എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇത്രയും ആക്റ്റീവായി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് നന്മയുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കാൻ അങ്ങേക്ക് കഴിയുന്നത്? മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ബിന്ദു കൃഷ്ണ. സാധാരണ ആ ചോദ്യത്തിന് മറുപടി താങ്കൾക്ക് അവസരം തരാതിന് മുമ്പ്
ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും വേണമെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയക്കാർ നടത്താൻ സാധ്യതയില്ല. കേരളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ രാഷ്ട്രീയക്കാരെ താങ്കൾക്ക് അനുകൂലമായിട്ട് പോലും പറയുന്നത്. അതൊരു ചെറിയ കാര്യമല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത് മാഡം ഞാൻ നന്ദി പറയുകയാണ്. കഴിഞ്ഞ ഇലക്ഷനാണ് മാഡം നമ്മൾ മത്സരിച്ചത്. ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, കാണുകയായിരുന്നു. മാഡമിൻ്റെ പ്രസംഗമൊക്കെ ഞങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ മാഡം ചോദിച്ച് അതിനകത്ത് ഇത് ഒരു 100% നമ്മൾ ഇവിടെ ജനിച്ച ഇവിടെ വളർന്ന മലയാളികൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ 100% സാക്ഷരത ഇത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ ദിവസം കിട്ടിയതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ മാത്രം 100% സാക്ഷരത ഒക്കെ ആയത്? ഇനിയും രാജസ്ഥാനോ ഇല്ലെങ്കിൽ മധ്യപ്രദേശ് UP-യിലോ 40%, 50% പോലും ഒന്നും ആയില്ലല്ലോ. ആ ഒരു ആക്ടിവിസം കൊണ്ടായിരിക്കാം ഞാൻ നന്നാവണം, എൻ്റെ കൂടെയുള്ള ആൾ നന്നാവണം. ഞാൻ നന്നായില്ലെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ ഒരു നല്ല നടപടികൾ എടുക്കാത്തത്? അതുകൊണ്ട് എനിക്ക് വേണ്ടി അവരുടെ സർക്കാർ ഈ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. ആ വാശി കൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ എത്താൻ പറ്റൂ. ഇതൊക്കെ നിമിത്തങ്ങളാണ്. താങ്കളുടെ ലൈഫ് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് കോയിൻസിഡൻസ് ഉണ്ട്, ആകസ്മികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, താങ്കളുടെ ഈ പറഞ്ഞ ഈ ഓപ്പറേഷൻ, അതിനുവേണ്ടി താങ്കൾ വാശി പിടിച്ചത്, ക്രിക്കറ്റിൽ നിന്ന് താങ്കൾ പഠനത്തിലേക്ക് മാറിയത്, സിവിൽ സർവീസിലേക്കുള്ള വരവ്. സിവിൽ സർവീസിന്റെ വാതായനം ഇല്ലായിരുന്നെങ്കിൽ ഇവനോട് ലാൻഡ് കേരള, നിങ്ങൾ കേരളത്തിലേക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ആ സിവിൽ സർവീസ്, ഒരു സിവിൽ സർവന്റ് ആകണമെന്നൊരു തോന്നൽ എപ്പോഴാണ് വന്നത്? സിവിൽ സർവീസ് ആവുന്ന തോന്നൽ വന്നത് എനിക്ക് ഒരു ടെമ്പററി ആയിട്ട് ഒരു വർഷത്തിൽ ലെക്ചറർഷിപ്പാണ് കിട്ടിയത് ഒരു പ്രൈവറ്റ് കോളേജിൽ 1983 സെപ്റ്റംബർ 83 ഹർമാൻഗഡ് പഠിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞു ഒരു വർഷത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ, ഇവിടെ ജോലി ചെയ്യുന്ന പെർമനന്റ് ലെക്ചറർ ഒരു കോഴ്സിന് വേണ്ടി പോയിരിക്കുകയാണ്, താങ്കൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഈ ജോലി ഒരു വർഷത്തിൻ്റെ വേണ്ടി മാത്രമേ ഉള്ളൂ. ഞാൻ 82-ലാണ് MA ചെയ്തത്. അപ്പോൾ അതിന് തയ്യാറെടുപ്പിനെയാണ് അന്ന് തുടങ്ങി. അന്ന് വേറെ ഒരു സംഭവം നടന്നു. സർക്കാർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു തീരുമാനമെടുത്തു, ഇനിയും 26 വർഷം ഉള്ള ആളുകൾക്ക് വേണ്ടി മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പാടുള്ളൂ. 26 വയസ്സ് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഞാനൊരു കണക്കൂട്ടൽ ഒന്നും എടുത്തു. ഒരു 84 പരീക്ഷ എഴുതിയാലേ എനിക്ക്, അപ്പോൾ 84-ന് ഞാൻ 23 വയസ്സാവും. അപ്പോൾ 84-ന് പരീക്ഷ എഴുതിയാലേ എനിക്ക് ഈ 3 അറ്റംപ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. സത്യസത്യമായി പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ പരീക്ഷയിൽ പാസ്സായ സമയത്തിൽ അതോ ആ പരീക്ഷയിൽ ഞാൻ പാസ് ആവുമോ അത് ഒരിക്കലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അത് ഞാൻ എടുത്തുപോയി. കാരണം ഇത് എടുത്തില്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ 3 അറ്റംപ്റ്റേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി അറ്റംപ്റ്റ് ഉണ്ട്, ഇപ്പോൾ വയസ്സും 30 വരെയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ 3 അറ്റംപ്റ്റിൻ്റെ ഇത് ഏതായാലും നമ്മൾ ഒരു നിവൃത്തിയില്ലാതെ കൊണ്ട് ഈ അറ്റംപ്റ്റ് ഞാൻ എടുത്തതാണ്. അതിനുവേണ്ടി ഞാൻ ആ ജോലിയും ഞാൻ കളഞ്ഞു, മറ്റേ ലെക്ചറർഷിപ്പ് കളഞ്ഞു. കാരണം ഞാൻ ഇതിനു വേണ്ടി തയ്യാറെടുപ്പ് ഞാൻ എടുക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ താങ്കളുടെ തയ്യാറെടുപ്പ് കൊണ്ട് നിങ്ങൾ തുടരുക, ഇല്ലെങ്കിൽ അത് ഈ ക്ലാസ്. അപ്പോൾ ഞാൻ അവിടുന്ന് പോയിട്ട് പിന്നെ ജയ്പൂരിൽ വന്ന് ഞാൻ പിന്നെ അതിന് തയ്യാറെടുപ്പ് എടുത്തി. അന്ന് ഈ കോച്ചിങ് സെൻറ്ററും ഇതൊക്കെ ഒന്നുമില്ല, ഒറ്റയ്ക്കാണ്. ക്ലാസ് ഒന്നുമില്ല. പിന്നെ അവർ ലൈബ്രറിയിൽ പോകുക. എൻ്റെ ഒരു പഠനം കേന്ദ്രം ലൈബ്രറി. രാവിലെ 8 മണിക്ക് ആഹാരം കഴിച്ചിട്ട് ലൈബ്രറിയിൽ പോവുക, രാത്രി 8 മണി വരെ ലൈബ്രറിയിൽ ഉണ്ടാവും. അപ്പോൾ ആ ആൾ വന്നിട്ട് പറയും, സാർ ഇനിയും 8 മണിയായി, ഞങ്ങളൊക്കെ വീട്ടിൽ പോകണ്ട, സാറൊന്ന് പോകാമോ? അത് സ്ഥിരം പരിപാടിയായിരുന്നു. എനിക്ക് പറയാനോ ഇതൊക്കെ മടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇത് രാവിലെ മുതൽ രാത്രി അവിടെ പഠനം മാത്രം ചെയ്തിട്ട് വീട്ടിൽ വരിക, ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്കുക, അടുത്ത ദിവസം വീണ്ടും ലൈബ്രറിയിൽ വരിക. ഒറ്റയ്ക്കാണ് നമ്മൾ പഠിച്ചത്. ഇത് കൂടുതൽ പഠിക്കാൻ എനിക്ക് ഞാൻ ഏതായാലും ഈ വർഷം നമ്മൾ ഇത് ഒരു അറ്റംപ്റ്റ് മാത്രം എടുക്കാം. ആ അറ്റംപ്റ്റിലും ഒരു ചിലപ്പോൾ ദൈവം സഹായിച്ചു. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് സെലക്ഷൻ കിട്ടി. താങ്കൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിലും താങ്കളുടെ പിതാവിന് പൂർണ്ണ വിശ്വാസമായിരുന്നു ഋഷിരാജ് പാസ്സാകാൻ പോവുകയാണെന്ന്. അദ്ദേഹത്തിൻ്റെ വിശ്വാസമായിരിക്കും. അവിടുത്തെ കാര്യങ്ങൾ ഒരു പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജോലിൻ്റെ പുറകിലായിരുന്നു. എപ്പോഴും ഞങ്ങളൊക്കെ വല്ലപ്പോഴും കൂടെ താമസിച്ചിട്ടുള്ളൂ. അന്നേവും ഞാൻ പാസ്സായ ദിവസവും അദ്ദേഹം എവിടെയോ DYSP ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിവ് പോലും ഇല്ല ഞാൻ എപ്പോഴാണ് ഈ പരീക്ഷന് വേണ്ടി എപ്പോഴാണ് തയ്യാറെടുപ്പ് ഞാൻ തുടങ്ങിയത്, ഏത് സബ്ജക്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നു, അദ്ദേഹത്തിനൊന്നും അറിയില്ല. അദ്ദേഹമൊക്കെ വെറും BA പോലും അവർക്ക് അദ്ദേഹത്തിന് പാസ്സാക്കാൻ പറ്റിയില്ല ആ സമയത്തിൽ.
അദ്ദേഹം സബ് ഇൻസ്പെക്ടർ, ഞാൻ ജനിച്ച ശേഷമാണ് അദ്ദേഹം 5 വർഷം ശേഷമാണ് അദ്ദേഹം സബ് ഇൻസ്പെക്ടറായിട്ട് സർവീസിൽ വന്നത്. അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിശ്വാസം, സാധാരണ പോലീസുകാരനായിട്ടാണ് അദ്ദേഹം ജീവിതം ആരംഭിച്ചത്. ഇത് നോർമൽ അല്ലെ, ഓർഡിനറി പോലീസ് സബ് ഇൻസ്പെക്ടർ. സബ് ഇൻസ്പെക്ടർ. He wrote an exam in 1966. അന്ന് 1961 ബോൺ. 1960 അദ്ദേഹത്തിന് കല്യാണം നടന്നത്. He was a 100-meter sprinter of Rajasthan. ഓ ശരി. 11 സെക്കൻഡിന്റെ ഇനിയും സാദുൽ പബ്ലിക് സ്കൂളിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡുണ്ട്. ആരും ബീറ്റ് ചെയ്തിട്ടില്ല. 11 സെക്കൻഡ് ഇൻ 100 മീറ്റർ. Nobody has beaten that. അതെ, ആ സ്കൂളിൽ ആരും ബീറ്റ് ചെയ്തിട്ടില്ല. ആ സ്കൂളിലെ റെക്കോർഡുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ പോയി എടുത്തതാണ്. ഈ പോലീസുകാരെന്നുള്ളത് താങ്കളുടെ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലമാണ്. ലോട്ട് ഓഫ് പോലീസ്മെൻ ഇൻ യുവർ ഫാമിലി. അമ്മയുടെ അച്ഛനും അദ്ദേഹവും രാജസ്ഥാൻ പോലീസിനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദറും രാജസ്ഥാൻ പോലീസിനും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മകനും ഇപ്പോൾ രാജസ്ഥാൻ പോലീസിലെ അഡീഷണൽ SP ആയിട്ട് പോകുന്നു. കുറേ ആളുണ്ട്. സിവിൽ സർവീസ് എഴുതുന്നു, റിസൾട്ട് വരുന്നു. താങ്കൾ പ്രതീക്ഷിച്ചോ ഇത് താങ്കൾ കടന്നുകൂടും, ലിസ്റ്റിലുണ്ടാകുമെന്ന്? ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതായിരുന്നു ഈ പ്രാവശ്യം എടുത്താൽ നമ്മൾ ഏതായാലും ഒരു അറ്റംപ്റ്റ്, നമ്മൾ 3 അറ്റംപ്റ്റ് എടുക്കാനുള്ള ഒരു വാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തോന്നുന്ന പോലെ എഴുതി അവിടെ ഇൻ്റർവ്യൂവിൽ നമുക്ക് ഇതൊരു എക്സ്പെരിമെൻ്റ് അല്ലേ, ഏതായാലും സെലക്ഷൻ കിട്ടൂല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അതിനകത്തും ഒരു യാദൃശ്യമായിട്ട് പറയാം, എന്തു പറയാം, നമുക്ക് സെലക്ഷൻ കിട്ടിയത്. പിന്നെ കേരള കേഡറിലേക്കുള്ള വരവ്, അത് എന്തായാലും താങ്കളുടെ ലിസ്റ്റ് വെച്ചിട്ട് താങ്കൾ കേരളം എന്നുള്ളത് ചൂസ് ചെയ്യുമായിരുന്നു. അതെ. പക്ഷെ ഒരു രാജസ്ഥാനിൽ ജനിച്ച ഒരാൾക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആംബിയൻസ് ഓൾ ടുഗദർ. കേരളത്തിൽ സർവീസിന് വന്ന ശേഷം ആദ്യമായിട്ടാണ് കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് കേരളത്തിലേക്ക് ആദ്യമായിട്ട് വരിക. തീരെ പ്രതീക്ഷിക്കാത്ത നമ്മുടെ ഒരു സാഹചര്യം. ഇവിടെ എത്രയും രാവിലെ എനിക്ക് ഓർമ്മ ഉണ്ട്, കൊറമണ്ഡൽ എക്സ്പ്രസ് നിന്നാണ് ഞാൻ വന്നത്. നമ്മുടെ ഒരു ഉള്ളുള്ള കാര്യങ്ങൾ പറയാവുന്നത്. ഞാൻ ആ ബിക്കാനേറിലെ എനിക്ക് തെറ്റുപറ്റിയത്, ബിക്കാനേറിൽ ഞാൻ ഏതോ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു എനിക്ക് തിരുവനന്തപുരമിലേക്ക് പോകണം, എനിക്ക് ഒരു ടിക്കറ്റ് ശരിയാക്കി തരാൻ പോകുന്നത്. ഒരു ടിക്കറ്റ് അത് ശരിയാക്കാം, സാധാരണ കാര്യമല്ലേ. അടുത്ത ദിവസം ടിക്കറ്റ് നോക്കുമ്പോൾ ടിക്കറ്റ് GT എക്സ്പ്രസ്സിൽ ന്യൂഡൽഹി ചെന്നൈയിന് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. മദ്രാസ് ആണത്. ഞാൻ പറഞ്ഞു ഇത് മദ്രാസ് അല്ലേ, അതും ഞാൻ തിരുവനന്തപുരം വന്നായിരുന്നു. സാർ എല്ലാം വളരെ അടുത്തായിരിക്കും സാർ, അതിനു വേണ്ടി സാർ പേടിക്കുക വേണ്ടത്. ഞാൻ മാത്രമല്ല അവിടെ സാധാരണ ആൾക്കാർ ഇവിടുന്ന് വരുന്ന ആൾക്കാരെ സാല മദ്രാസി എന്നാണ് പറയുന്നത്. അല്ല, അപ്പോൾ ഈ ടിക്കറ്റിൽ ഒരു റിസർവേഷനും ഇല്ല, ഒട്ടും റിസർവേഷൻ ഇല്ലാത്ത എത്ര കൂടുതൽ സാധനങ്ങൾ കൊണ്ടുമൊക്കെ ഞാൻ പിന്നെ ചെന്നൈയിൽ ഇറങ്ങിയിട്ട് അടുത്ത ദിവസം കൊറമണ്ഡൽ എക്സ്പ്രസ് നിന്ന് ഇവിടെ വരുമ്പോൾ 6 മണിക്ക് എനിക്ക് ഓർമ്മ ഉണ്ട്, ഇവിടെ കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ കോട്ടയത്തിൻ്റെ അടുത്തൊക്കെയാണ് എന്നെ കണ്ണ് തുറക്കുന്നത്. ആ കോട്ടയത്തിൻ്റെ അടുത്തുള്ള ഈ കുറേ കയലുകളൊക്കെ നമ്മൾ പാസ് ചെയ്യുകയായിരുന്നു ട്രെയിൻ. ഒരു സ്വപ്നത്തിലും നമുക്ക് അറിയാത്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അന്ന് മുതൽ പിന്നെ ട്രിവാൻഡ്രം നമ്മൾ എത്തുന്ന വരെ പുറത്ത് മാത്രം നോക്കി നമ്മുടെ ഇരിക്കുക. ഈ ഒരു സീനറി, ഈ പ്രകൃതി, ഈ ഗോഡ്സ് ഓൺ കൺട്രി. അടുത്ത ദിവസം എൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞു, ഒരു മാത്യു തോമസ് സർ ഉണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ ഒട്ടൊക്കെയാണ്, ട്രെയിനിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല, നിങ്ങളൊക്കെ പോയി നിങ്ങൾ പോയി കേരളം ഒന്ന് കാണുക. അപ്പോൾ അടുത്ത ദിവസം കോവളം പോയി നോക്കുമ്പോഴാണ് ആദ്യമായിട്ട് കടൽ കാണുന്നത്. ആദ്യമായിട്ട്. താങ്കൾ കേരളത്തെ പ്രണയിച്ചോ അതെയോ കേരളം താങ്കളെ പ്രണയിച്ചോ? രണ്ടും നടന്നിട്ടുണ്ടോ? രണ്ടും പറയാം. കേരളം പ്രണയിച്ചിട്ടുണ്ടെന്ന ആളല്ലോ അതിന്റെ ഭാഗമായിട്ട് കാണാം ഇന്ന് താങ്കളും പോലെ എന്നെ വിളിച്ചിരിക്കുന്നത്. ഇത് ഞാനൊരു ഐ ടേക്ക് ഇറ്റ് ആസ് എ ബിഗ് കോംപ്ലിമെന്റ്. ഒരു റെസിപ്രോക്കൽ പ്രണയമായിരുന്നു അല്ലേ? യു ലവ് കേരള ആൻഡ് കേരള സ്റ്റാർട്ടഡ് ലവിങ് യു. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ പോകാൻ ഞാൻ ഡ്യൂട്ടീൻ്റെ ഭാഗമാണ്. ആ ഭാഗമായിട്ട് 5 വർഷമായിട്ട് മാത്രമേ ഞാൻ അവിടെ പോയുള്ളൂ. ബാക്കി ഞാൻ ആ നാട് വിട്ടിട്ട് ഞാൻ പോകാനുള്ള ശ്രമം ഞാൻ കാണിച്ചിട്ടില്ല. താങ്കളുടെ സുഹൃത്ത് വരുന്നുണ്ട്, നോക്കട്ടെ. എന്നെ കൂടെ ഒരു സുഹൃത്താണ് മിസ്റ്റർ ഋഷിരാജ് സിംഗ്. ദീർഘനാളായിട്ട് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഏകദേശം 30 വർഷത്തിന് മുകളിലായി ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ട്. എനിക്ക് വളരെയധികം പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഇത്രയും സിൻസിയറായിട്ടും ഹോണസ്റ്റായിട്ടും ജോലി ചെയ്യുന്ന അപൂർവം ചില ആൾക്കാരിൽ ഒരാൾ. അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാടിനോടും നമ്മുടെ രാജ്യത്തോടുമുള്ള അർപ്പണബുദ്ധിയോടുള്ള സ്നേഹം. അത് അപൂർവം ചില പോലീസ് ഉദ്യോഗസ്ഥരിലേ കാണത്തുള്ളൂ. അങ്ങനൊരു വ്യക്തിയെ സുഹൃത്തായിട്ട് ലഭിച്ചതിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ദീർഘനാളായിട്ട്
അദ്ദേഹം വീണ്ടും സർവീസിൽ വളരെയധികം ജനസേവനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ അവിടെ ഇരുന്നാണെങ്കിൽ അദ്ദേഹത്തിന് ഒരേ ഒരു കാരണം അദ്ദേഹമാണ്. അതൊന്ന് അന്തരിക്കണം. ഇത് സാർ അദ്ദേഹത്തിന് വിളിച്ചു ഞാൻ അറിഞ്ഞിട്ടില്ല. മാരത്തൺ ഞാൻ ഓടിയല്ലോ ഡിസംബർ 29, 2013. മാരത്തണൊക്കെ ഹാഫ് മാരത്തണൊക്കെ കഴിഞ്ഞു. ഞാൻ ഓടിയ ശേഷം എനിക്ക് ഒരു വേദന ഉണ്ടായി അവിടെ. ഇവിടെ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒക്കെ ഒരു വേദന നമ്മുടെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഓടിയ കാര്യത്തിൽ മാത്രം അതിൻ്റെ ഒരു ബാക്കിയായിരിക്കാം ഇത്. ഞാൻ അദ്ദേഹത്തിന് ഫോണിൽ വിളിച്ചു. ഫോണിൽ സംസാരമുള്ളൂ. ഫോണിൽ അതേപോലെ ഈ വേദന ഇന്നലെ ഉണ്ടായിരുന്നു. ഒരാളിന്ന് ഒരു കഴിവും ഞാൻ പറയുകയായിരുന്നു, ഒരു ഡോക്ടറിൻ്റെ. ഞാൻ പറഞ്ഞു ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ റേസ് ഓടുന്നുണ്ട കാര്യം അദ്ദേഹത്തിന് അറിയാം. ഞാൻ ഓടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു പട്ടണ അടുത്ത ആശുപത്രിയിൽ പോയി ഒരു ECG എടുക്കണമെന്ന്. അത് ഞാൻ വിചാരിച്ചു അത് വലിയ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ അദ്ദേഹത്തിന് വിളിച്ചത്? ECG എടുക്കുന്നത് അത് ഒരു എല്ലാവരും ഒരു മടിയുണ്ട് ആശുപത്രിയിൽ പോകാതെ. എന്തിനാ ECG എടുക്കുന്നത്? ഒരു ഗുളിക ഒന്ന് കൊടുത്തൂടെ? സാധാരണ ഞാൻ ഈ ജലദോഷമോ പനിയോ ഉണ്ടാകുമ്പോൾ ഞാൻ പുള്ളി വിളിക്കും, അദ്ദേഹം ഒരു ഗുളി പറയും, ഞങ്ങൾ എടുക്കും. ഇല്ല, അദ്ദേഹം ഒരു ENT സ്പെഷ്യലിസ്റ്റ്. ഇതുമായി ഹാർട്ടുമായി യാതൊരു ബന്ധമില്ല. എൻ്റെ ഒരു ഡോക്ടർ കൂടിയാണ്. പുള്ളി പറഞ്ഞു അത്ലറ്റിക്സ് ഈ ഓടുന്ന ഈ കൂടുതൽ ഫിറ്റായ ആളുകൾക്ക് ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇവിടെ പെയിൻ വരാറുണ്ട്. നിങ്ങളൊരു ECG എടുക്ക്. നിങ്ങളെ ECG എടുത്തില്ലെങ്കിൽ ശരിയാവില്ല. പ്ലീസ് ഗോ ആൻഡ് ടേക്ക് ECG. അദ്ദേഹം ഒരു കൽപ്പിച്ചു. അപ്പോൾ തൊട്ടടുത്തായിരുന്നു നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റൽ. അത് ഒരു പ്രോഗ്രാം ഏതൊരു ഫംഗ്ഷനിലാണ് പോവുക. അവിടെ പോകുമ്പോൾ സാധ്യത ഇവിടെ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട്, ഒരു സ്റ്റണ്ട് വെക്കേണ്ടി വരും. ഫോൺ മുഖാന്തരം ഖലി രോഗത്തിൻ്റെ ലക്ഷണം മാത്രം കേട്ടിട്ട് മനസ്സിലാക്കുന്ന ആളുകളാണ്. ഐ ഓ മൈ ലൈഫ് ടു ഹിം. കേരളത്തോടുള്ള താങ്കളുടെ മമത, നാടിനോടുള്ള താങ്കളുടെ സമർപ്പണം, ഇതാണ് ഡോക്ടർ ജോൺ പണിക്കർ പറയാൻ ശ്രമിച്ചത്. അതായത് ഇത്രത്തോളം ഒരു ഫാസിനേഷൻ നാടിനോട് ഉണ്ടാവേണ്ട കാരണം. നമ്മൾ മെഷീനുകളല്ലല്ലോ, നമ്മൾ മനുഷ്യരല്ലേ. ഒരു സ്ഥലത്തിൽ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ താമസിക്കുന്ന സ്ഥലത്തിനോട് നമ്മുടെ സ്നേഹവും ഇവിടെ താമസിക്കുന്ന നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോടും നാട്ടുകാരോടും നമ്മൾ ഒരു ക്ലോസ്നെസ്, നമ്മളൊരു അടുത്ത ഒരു ബന്ധം നമുക്ക് എപ്പോഴും കാണുമല്ലോ, ഒരു സ്നേഹം നമുക്ക് കാണുമല്ലോ. താങ്കളുടെ ബന്ധുമിത്രാദികളെല്ലാം ഇപ്പം രാജസ്ഥാനിൽ തന്നെ ഉള്ളത്. ഇനിയും ഒരുപാട് സർവീസ് ഉണ്ട്. സർവീസ് ഇനിയും വർദ്ധിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. സർവീസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോക്കുണ്ടോ? ഡു യു ഇന്റൻഡ് ടു ഗോ ബാക്ക്? തീരുമാനിച്ചിട്ടില്ല. കാരണം അമ്മ അച്ഛൻ രണ്ടും ഇല്ലായിരുന്നു. അവർ മരിച്ചുപോയി. ഒരു കുറച്ച് പ്രായത്തിൽ മരിച്ചുപോയിന്ന് പറയാം. 64 വയസ്സിൽ അച്ഛനും 68 വയസ്സിലും അമ്മ. അപ്പോൾ ആ വീട്ടിൽ പോലെ ഇപ്പോൾ എനിക്ക് പോകാൻ തന്നെ എനിക്ക് തീരെ താല്പര്യമില്ല. ഞാനിപ്പോൾ ഒരു വാടകയിൽ കൊടുത്തിരിക്കുകയാണ്. അമ്മ അച്ഛനില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ആരും പോകാൻ. പിന്നെ സഹോദരിമാരുണ്ട്, അവരുടെ കല്യാണമൊക്കെ അവർ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ആർക്ക് വേണ്ടി പോകാനാണ്? അച്ഛനിൻ്റെ 4 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരാൾ ഒഴിച്ചിട്ട് ബാക്കി ആളുകൾ മരിച്ചുപോയി. അവരുടെ ആളുകളൊക്കെ എല്ലാം സെറ്റിൽ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കല്യാണത്തിലോ ഇല്ലെങ്കിൽ ഒരു മരണത്തിലോ ഒക്കെ നമ്മൾ ഇപ്പോൾ പോകാറുണ്ട്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഞാൻ പോകാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിൻ്റെ ഈ ഗെറ്റ് ടുഗെദറും നമ്മുടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെറ്റിൽ എവിടെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. താങ്കൾ വന്ന് ലാൻഡ് ചെയ്തത് നെടുമങ്ങാടാണ്. യു സ്റ്റാർട്ടഡ് യുവർ കരിയർ ഇൻ നെടുമങ്ങാട്. ഇപ്പോഴും നെടുമങ്ങാട് കൂടെ പോകുമ്പോൾ ഒരു ത്രില്ല് അടിക്കുന്നുണ്ടോ? നെടുമങ്ങാട് തൊട്ട് മുമ്പ് 5 മാസം ഞാൻ പുനലൂരിലായിരുന്നു. 88-ൽ എൻ്റെ ആദ്യത്തെ ജോലി തുടങ്ങിയത് പുനലൂരിലാണ്. പുനലൂർ 5 മാസം കഴിഞ്ഞിട്ട് പിന്നെ നെടുമങ്ങാട് 1.5 വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് റെയിൽവേ SP ആയിട്ട് 29 ജൂലൈ 1989. ഡേറ്റ് എനിക്ക് ഗോഡ് ഗിഫ്റ്റ് ആണ്. ഐ റിമെമ്പർ എവറി ഡേറ്റ്. എല്ലാ നമ്പറുകളും താങ്കൾക്ക് രാവിലെ എഴുന്നേറ്റുമ്പോൾ ഇന്ന ആരുടെ ബർത്ത്ഡേ ആണ്, ഇന്ന ആരുടെ നമ്മുടെ മാരേജ് ആനിവേഴ്സറി ആണ്, എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒരുപാട് വഴക്കം ഉണ്ടായിട്ടുണ്ട്. ചില എൻ്റെ സുഹൃത്തുക്കൾ, പേര് ഞാൻ പറയാനില്ല, അത് ബാച്ച്മേറ്റ്മാർ തന്നെയാണ്. ബാച്ച്മേറ്റ്മാരുടെ ഒരു വെഡിങ് ആനിവേഴ്സറിയിൽ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ വിളിച്ചു, ഭർത്താവ് കിട്ടിയില്ല, ഭാര്യ കിട്ടി. ഞാൻ പറഞ്ഞു മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ. ആഹാ, അപ്പോൾ നിനക്ക് ഓർമ്മ ഉണ്ടല്ലേ, ആ ഭർത്താവ് അവിടെ തന്നെ കിടപ്പുണ്ട്, ഇയാൾ ഇത് പറയാൻ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ട് ഭയങ്കര വഴക്ക്. അപ്പോൾ ആ ഭർത്താവ് പിന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു, ചേട്ടാ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങൾ എന്തിനെ താങ്കൾ കുറച്ച് കുടുംബകലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു അങ്ങനെ ഇപ്പോഴീ മെഷീൻസ് ഒക്കെ വന്ന് ആരോ പറഞ്ഞ പോലെ നമ്മുടെ മൊബൈൽ ഫോണ്, മറ്റ് സംഭവങ്ങൾ, ലാപ്ടോപ്പ് എല്ലാം വന്നു. ആൾക്കാർ നമ്പറുകളും മറ്റെല്ലാം മറന്നുപോയി. പക്ഷെ താങ്കൾക്ക് അങ്ങനെ ഒരു മറവില്ല. അല്ല, അതും ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും വിളിക്കുമ്പോൾ ഒരു ദിവസത്തിൽ 5, 6, 7, 8 ആളുകൾക്ക്
ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഈ മാരേജ് ആനിവേഴ്സറിയോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും ഓർമ്മ ഉണ്ടായിരിക്കണം വേണമെന്ന്. പക്ഷെ പൊതുവേ അതും ഞാൻ നോക്കും, പക്ഷെ അതല്ലാതെ എനിക്ക് ഓർമ്മ ഉണ്ടാവുന്നതാണ്. പൊതുവെ താങ്കൾക്ക് ഒരു ഓർമ്മശക്തി കൂടുതലാണ്. ഒരുപാട് ഇപ്പൊ താങ്കളെടുത്ത് ആർക്കും അങ്ങനെ കള്ളം പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ പഴയ കാര്യങ്ങൾ പോലും ഓർമ്മയുണ്ടാവും. ഡേറ്റ് എല്ലാം എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഐ ഡോണ്ട് നോ. താങ്കളുടെ ഒരു ഫിഗർ ഞാൻ വെച്ചാൽ ഇതൊരു സമ്പൂർണ്ണ അഭിമുഖമായതുകൊണ്ട് ഐ നീഡ് ടു ടച്ച് എവറി ഫാസറ്റ് ഓഫ് യുവർ ലൈഫ്. ഒരു സ്കാർഫ്, ഒരു കൊമ്പം, മീശ, ഇതൊക്കെ താങ്കളുടെ ട്രേഡ് മാർക്കാണ്. കേരളത്തിൽ ആരും ഇങ്ങനെ ഈ ഒരു ട്രേഡ് മാർക്കിൽ ഇതുവരെ അവതരിച്ചിട്ടില്ല. ഇതൊരു സ്റ്റൈലാണോ? ഈസ് ഇറ്റ് ഋഷിരാജ് സ്റ്റൈൽ ഓർ സംതിങ് വിച്ച് കെയിം അപ്പ് വിത്തൗട്ട് ഈവൻ യുവർ നോളജ്? മീശ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. പഴയ നമ്മുടെ പോലീസ് ഓഫീസർമാരെല്ലാം കേരളത്തിൽ നല്ല മീശ അവരെല്ലാം വെക്കുകയായിരുന്നു. ഈ അടുത്ത പക്ഷെ ഇപ്പോഴത്തെ IPS മീശ വെക്കുന്നില്ല, എന്തുകൊണ്ട് വെക്കുന്നില്ല എനിക്കറിയില്ല. താങ്കൾ കുറച്ച് സമയം മെനക്കെടാറുണ്ട് ഈ മീശയുടെ മുകളിൽ? ഇതിനകത്ത് കുറെ സമയം വേണം. കുറെ നമ്മൾ ജെല്ലൊക്കെ വെക്കണം. കുറെ ഇവിടെ ഇതിന്റെ ഒരു ചെറിയൊരു സാധനം അത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കെട്ട് വെക്കുക. അങ്ങനെ ചിലരെ കാണുമ്പോഴൊക്കെ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ താങ്കൾ സിനിമയുടെ വളരെ മീശ അഡിക്റ്റ് കേരള മാത്രമല്ല, ഇവർ അത് ഇപ്പൊ ഇന്ത്യത്തിലും ഇപ്പോൾ IPS ഓഫീസർമാർ മീശ വെക്കാറില്ല. അവസാനത്തെ മീശ വെക്കിയ ആൾ ചിലപ്പോൾ വാൾട്ടർ ദേവാരാമൻ സർ മാത്രമായിരുന്നു. അതിനുശേഷം ഞാൻ ആരോട് പിന്നെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ബാച്ച്മേറ്റ് ഉണ്ട്, ഉണ്ടെങ്കിൽ ഒരു 3-4 IPS ഓഫീസർമാർക്ക് തമിഴ്നാട് കാർഡുള്ള ഓഫീസർമാർക്ക് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് അവർ വെക്കുന്നില്ല. അത് അവരുടെ പ്രോബ്ലം. എനിക്ക് മീശ വെക്കാൻ തോന്നി, ഞാൻ വെച്ചു അത്രേ. ഇത് ആരെങ്കിലും താങ്കളെ ഇതനുസരിച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ ഈ മീശയുടെ കാര്യത്തിൽ? അതെ, മീശ ആർക്കും ഇല്ല. എൻ്റെ അച്ഛൻ്റെ ഒരു അത്ര വലിയ മീശ ഒന്നും ഇല്ല. ആർക്കും മീശ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും മീശ ഇല്ല. താങ്കൾ നന്നായിട്ട് സിനിമ കാണുന്ന ഒരാളാണ്, നല്ലൊരു ഫിലിം ബഫാണ്. വരട്ടെ. ഈ സിനിമയുടെ ഉള്ള ഒരു പാഷൻ എനിക്കറിയാം ഋഷിരാജിന് വളരെയധികം ഉണ്ടെന്നുള്ളതറിയാം. പ്രത്യേകിച്ച് മലയാളം സിനിമകളും ഹിന്ദി സിനിമകളും ഒക്കെ. ഇത് എങ്ങനെയാണ് ഇത് ഈ പാഷൻ തുടങ്ങിയത്? അത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ വല്ലതും ഉണ്ടോ? എങ്ങനെയാണ് അത് തുടങ്ങിയത്? അതേപോലെ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സിനിമയിൽ കാണുന്ന പല കാര്യങ്ങളും ഋഷിരാജിൻ്റെ പ്രൊഫഷണൽ വർക്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഒരാളും കൂടി സമാനമായൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. സാറിൻ്റെ വളരെ കൗതുകകരമായ ഒരു ഹോബി കൂടിയുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും ഒരു സിനിമയെങ്കിലും കണ്ടതിന് ശേഷമേ ഉറങ്ങാൻ പോകാറുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ മലയാള സിനിമയെ ഇത്രയധികം സ്നേഹിക്കുകയും ആസ്വദിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു IPS ഓഫീസർ എന്നതിലുപരി ഒരു ഹീറോയിക് ഇമേജ് ഉള്ള IPS ഓഫീസർ എന്ന നിലയിൽ ശ്രീ ഋഷിരാജ് സിംഗ് IPS എന്ന വ്യക്തിത്വത്തിൻ്റെ ജീവിത അനുഭവങ്ങളെ ആസ്പദമാക്കി ഒരു സിനിമ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് നടനാണ് വെള്ളിത്തിരയിൽ ഋഷിരാജ് സിംഗ് IPSനെ പ്രതിപാദിപ്പിക്കേണ്ടത് എന്നതാണ് സാറിൻ്റെ അഭിപ്രായം. 2 ചോദ്യം. ഒന്ന് താങ്കളുടെ സുഹൃത്തും നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള ശ്രീ ജോൺ പണിക്കർ ചോദിച്ചൊരു ചോദ്യം, എങ്ങനെ ഈ സിനിമയിലേക്കുള്ള? അതിനൊരു കാരണമുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മുടെ മലയാള ഭാഷ നമുക്കറിയില്ലല്ലോ. അപ്പോൾ മലയാളം ഒരു ദിവസം സുകുമാരൻ നായർ സാർ DIG ആയിരുന്നു എൻ്റെ. അദ്ദേഹം റിട്ടയർ ചെയ്തു, ഇവിടെ തന്നെ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെ ചൂടായി ഒരു ദിവസം. അദ്ദേഹം അദ്ദേഹത്തിന് മൂഡ് ശരിയില്ലായിരുന്നു. ആ സമയത്തിനാണ് ഞാൻ കയറിയത്. ഇവിടെ വന്ന എത്ര സമയമായി? അത് കുറേ സമയമായി. എനിക്ക് ഇനിയും ഓർമ്മ ഉണ്ട്, ഒരു മാതൃഭൂമി പേപ്പർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഞാൻ അന്ന് അത് വളരെ ലൈറ്റായിട്ട് എടുത്തേക്കും. ഇത് ശരിയാണ്, നമ്മളെ ഈ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ IPSക്കാർ മതലബ് ഈ ട്രെയിനിങ് കുറേ ആളുകൾ ശരിയാവാത്തതിൻ്റെ കാരണം സീനിയർ ഓഫീസർ ഒന്ന് ഇൻട്രസ്റ്റ് എടുക്കണം. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇൻട്രസ്റ്റ് എടുത്തില്ലെങ്കിലും ഞാൻ ഒരു സാധാരണ ഒരു ഓഫീസറായിട്ട് ഞാൻ മുന്നോട്ട് പോയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനായിട്ട് ഇൻട്രസ്റ്റ് എടുത്തു. അപ്പോൾ മാതൃഭൂമി അദ്ദേഹം എങ്ങനെയായിരുന്നു, ഇതൊരു വായിക്കണം, ഇത് എന്താ എഴുതിയിരിക്കുന്നത്. എനിക്ക് ആ മാതൃഭൂമി തന്നെ എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അതൊരു സത്യം തന്നെ. മാസ്റ്റർ പോലും വായിക്കാൻ പറ്റിയില്ല. ഞാൻ പുനലൂർ ASP ആയിരുന്നു. അത് വഴക്കുണ്ടാക്കി. ഈ രീതിയിൽ പോയാൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു പോസ്റ്റിംഗ് കിട്ടൂല. MLA മാറും, എല്ലാം മന്ത്രിമാരും, ചീഫ് മിനിസ്റ്റർ പറയും ഇയാളത് ജില്ല എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന്, ഇയാളത് ഭാഷ പോലെ വരില്ല. നിങ്ങൾ 2 കാര്യം മാത്രം ചെയ്താൽ മതി. ഒന്ന്, നിങ്ങൾ മലയാളം സിനിമ കാണുക കഴിയുന്നവരെ. രണ്ടാമത്തെ, നിങ്ങളുടെ ഗൺമാനും നിങ്ങളുടെ ഡ്രൈവറുമായി നിങ്ങൾ മലയാളത്തിൽ മാത്രമേ സംസാരിക്കാവൂ. അന്ന് പറഞ്ഞ കാര്യമാണ് 1988. അതിനുശേഷം പിന്നെ ഞാൻ അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഈ കാരണം കൊണ്ട് മാത്രം. പിന്നെ ഞാൻ ടീച്ചറൊക്കെ വെച്ചു. ഞാനത് നമ്മുടെ സാഹിത്യപരമായ രീതിയിൽ ഞാനത് പഠിച്ചതാണ്. ഇപ്പോൾ ഞാനത് മൊത്തം കേരളത്തിൽ എനിക്ക് പറയാൻ ഇതൊരു അതിശയമായിട്ട് കാണുന്നത്, കേരളത്തിൽ മലയാളത്തിൽ ഫയൽ ഡിസ്പോസൽ ആരും ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ആളില്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ അടുത്ത് കുറേ ഫയലുകളൊക്കെ വരും.
ഒരാൾ വരുന്നു, ഒരാൾ വരാണെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. ഞാൻ ഒരു മറുനാടൻ മലയാളി ആയതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പ്രത്യേകിച്ചും സാറ് നോർത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്, കേരളത്തിൽ വന്നു. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പോലീസ് ഓഫീസറായി മാറി. മലയാളം പഠിച്ചു, എഴുതാനും വായിക്കാനും അറിയാം. ഞാൻ കേട്ടത് 9ാം ക്ലാസ് വരെയുള്ള മലയാള പരീക്ഷ എഴുതി പാസ്സായി എന്നാണ്. ഇന്ന് മലയാളത്തിലെ കുട്ടികൾ പോലും, കേരളത്തിലെ കുട്ടികൾ പോലും മലയാളം പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു ഒരു സമയത്ത് ഒരു അന്യനാട്ടിൽ നിന്നൊരു വ്യക്തി ഇവിടെ വന്ന് മലയാളം പഠിക്കുന്നു, മലയാളത്തിലെ പാട്ടുകൾ പാടുന്നു, കവിതകൾ ചൊല്ലുന്നു. ഞങ്ങൾ മലയാളികൾക്ക് ഒരു ഉത്തമ പൗരനായി താങ്കൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ വീട്ടിൽ ഭാവി, അതായത് താങ്കളുടെ വൈഫ് ഒരുപാട് ഭാഷ മുഖാന്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടായിരിക്കാം. താങ്കളും പുറത്ത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും അല്ലാതെയും ഈ ഭാഷയുമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്നെങ്കിലും താങ്കൾ കേരളത്തിൽ ഒരു ഔട്ട്സൈഡറായി തോന്നിയിട്ടുണ്ടോ? റസൂൽ പൂക്കുറ്റി വളരെ ഓസ്കാർ കിട്ടിയ ഒരു സിനിമ മേക്കറാണ്. അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രാഫി ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാം അദ്ദേഹത്തിനെ കാണുന്നത് ഈ രൂപത്തിൽ മാത്രമല്ല. നമ്മുടെ ഇവിടെ സ്റ്റുഡിയോയിൽ വന്ന് പോകുന്ന ഒരാളാണ്. അല്ല, നമ്മൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഓസ്കാർ കിട്ടിയ ശേഷമാണ് നമ്മൾ ഇപ്പോൾ ആദരിക്കാനൊക്കെ നമുക്ക് എല്ലാം തോന്നിയത്. പക്ഷെ അദ്ദേഹത്തിന് തുടങ്ങിയ ജീവിതം, ആ മാവേലിക്കരവും പിന്നെ ഈ പുനലൂർ, ഈ അതിന് അടുത്തുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഒരു മുഴുവൻ പട്ടിണിയായിരുന്നു. അദ്ദേഹം ഇവിടെ വരെ എത്തിയത് ഈസ് എ ഗ്രേറ്റ് മാൻ. അതുപോലെ ഒരു സ്ട്രഗിൾ താങ്കൾ ഭാഷയുടെ കാര്യം നടത്തിയോ? ഭാഷയുടെ കാര്യത്തിൽ അതെ, ഒരു വർഷം ടീച്ചർ വെച്ചു. ഒരു വർഷം ടീച്ചർ വെച്ചിട്ട് ശേഷം ഇത് ഈ സിനിമകളോ ദിവസം, അപ്പോൾ നമ്മളെ പിന്നെ വേറെ പണിയൊന്നുമില്ല. നമ്മൾ വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് രാത്രി 9 മണിക്ക് ഷോയിൽ സിനിമയിലാണ് എല്ലാ ദിവസവും. അടുത്ത ഗൺമാനെ ഇരിക്കാൻ പറയും. അന്ന് ഈ താളവട്ടം, ഈ സിനിമകളൊക്കെ ആയിരുന്നു. ഈ നമ്മുടെ കിരീടം, ആ സമയമാണ്. അപ്പോൾ അതിനകത്ത് ഇയാളെന്ത് പറഞ്ഞ് പറയൂ, അപ്പോൾ ഗൺമാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. കുറച്ച് ദിവസമാണ് ഞാൻ കേട്ടു, പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. താങ്കളുടെ ആ ഗൺമാന് ഒരു സഹനശക്തിക്കുള്ള ഒരു അവാർഡ് കൊടുക്കണം. കാരണം വെച്ചാല് ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും. എന്താ കാരണം വെച്ചാല് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കട്ടെ ഇത് കംപ്ലീറ്റ്. പക്ഷെ താങ്കൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു രസമായി തോന്നിയല്ലേ സിനിമ? അല്ല, ഞാൻ മലയാളം സിനിമ മാത്രമല്ല, ലെറ്റ് മി ടെൽ യു, ഞാൻ തമിഴ് സിനിമ കാണും, തെലുഗു സിനിമ കാണും, ഹിന്ദി സിനിമ കാണും, ഇംഗ്ലീഷ് സിനിമ കാണും. എനിക്ക് ഒരു സന്തോഷമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് മലയാളം സിനിമയാണ്. മലയാളം സിനിമയിൽ കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലെ എന്തോ നടക്കുന്ന സംഭവം പോലെയാണ് നമ്മൾ പട്ടകഥ. അതിൻ്റെ സ്ക്രിപ്റ്റാണ് മലയാളം സിനിമയുടെ സ്റ്റാർ. ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവർക്കൊന്നും സ്വസ്ഥമായിട്ട് സിനിമ കാണാൻ പറ്റില്ല. നിങ്ങൾ ഭയങ്കര ഉച്ചത്തിൽ ചിരിക്കുകയും ചിരിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിരിക്കണ്ടേ? ചിരിക്കാനൊക്കെ നമ്മുടെ ഈ ജഗദീഷ് ശ്രീകുമാർ സർ പണ്ടൊക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ നമ്മുടെ ഈ സുരാജ് മഞ്ചാർമൂടൊക്കെ എന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ നമ്മൾ ചിരിക്കണ്ടേ? അതിനു വേണ്ടിയാണല്ലോ അവർ അഭിനയിക്കുന്നത്. ജഗദീഷ് ശ്രീകുമാർ സാറിന്റെ ഞാൻ 2 പ്രാവശ്യം പോയി കണ്ടു. ഭയങ്കര ദുഃഖമാണ്. ദിവ്യ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദിവ്യ ചോദിച്ചു. അത് അപ്പോൾ ആർക്കും ചെയ്യാം. സുരേഷ് ഗോപി സാർക്കും ചെയ്യാം, മോഹൻലാൽ സാർക്കും ചെയ്യാം. പ്രിഫറൻസ് സുരേഷ് ഗോപിയാണ്, സംശയം അല്ല. മോഹൻലാൽ സാർക്കും ചെയ്യാം, മമ്മൂട്ടി സാർക്കും ചെയ്യാം, പൃഥ്വിരാജിനും ചെയ്യാം. എനിബഡി കൻ ഡു ഇറ്റ്. ദേ ഹാവ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും, ഇൻസ്പെക്ടർ ബലറാമും ഇല്ലെങ്കിൽ ആവനാഴിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി സാറിൻ്റെ ഒരു പോലീസ് ഓഫീസറുടെ ഒരു റോൾ നോക്കാം. മോഹൻലാൽ സാർ ആണെങ്കിൽ ബാബ കല്യാണി, അതൊക്കെ ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി സാറിന്റെ പിന്നെ ഒത്തിരി ഘടകമുണ്ടല്ലോ, കമ്മീഷണറുണ്ട്, പൃഥ്വിരാജിന്റെ റോളുകൾ. പൃഥ്വിരാജിന്റെ ഹിന്ദിയിൽ ഒരു നല്ല പോലീസ് ഓഫീസറായിട്ട് ഔറംഗസേബ് പറഞ്ഞിട്ട് സിനിമ ഞാൻ കണ്ടു. അന്ന് അദ്ദേഹത്തിന്റെ അമ്മയെ ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു, പുള്ളിയിലെ ഹിന്ദി വളരെ നല്ലതാണ്, അത് എവിടെയാണ് പഠിച്ചത്? അപ്പോൾ അന്നാണ് അമ്മ പറയുന്നത് സൈനിക് സ്കൂളിലാണ് പഠിച്ചതാണ്, അതുകൊണ്ടാണ് പുള്ളിക്ക് ആ ഹിന്ദി സംസാരിക്കുമ്പോഴും നോർമൽ ആയിട്ടുള്ള അതിന്റെ ഒരു നോർമൽ ഡയലക്ട് വന്നു. ആർക്കും ചെയ്യാം. ഓൾ ആർ ക്വാളിഫൈഡ്, ഓൾ ആർ ഗ്രേറ്റ് ആക്ടേഴ്സ്. റസൂൽ പൂക്കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. താങ്കൾക്ക് എപ്പോഴെങ്കിലും കേരളത്തിൽ ഒരു ഔട്ട്സൈഡറുടെ ഫീലിംഗ് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇല്ല. ഞങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഇനിയും ഓർമ്മ ഉണ്ട്, കരുണാകരൻ സാറൊക്കെ, അദ്ദേഹമാണ് എന്നെ ഇവിടെ DCP ട്രിവാൻഡ്രമായിട്ട്, സിറ്റിയിൽ ഒരുപാട് ഗുണ്ടൈസമോ ഒക്കെ ഉണ്ട്, ഗോ ആൻഡ് ക്ലീൻ ദ സിറ്റി. അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് AK ആൻ്റണി സാർ, പിന്നെ ചീഫ് മിനിസ്റ്റർ മാറി AK ആൻ്റണി സാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇതുപോലെയുള്ള ജോലി അവിടെ കോഴിക്കോടിൽ നിങ്ങൾ ചെയ്താൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് ശേഷം നയനാർ സർ വിളിച്ച് പറയുകയാണ്, എറണാകുളം സിറ്റിയിലെ കുഴപ്പങ്ങളുണ്ട്, ഒന്ന് പോയി ഇവിടെ ചെയ്ത ജോലി പോലെ ഒന്ന് കാണിക്കുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മൂന്നാണെങ്കിൽ എല്ലാ പാർട്ടിയിലുള്ള ഒരു ചീഫ് മിനിസ്റ്റർമാർ വിളിച്ചിട്ട് ഒരാൾ വിളിച്ച് പറയുക,
അത് ഒരു താങ്കൾ വളരെ മൃഗീയമായിട്ടാണോ ഈ ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്നത്? അത് ആ കാലമൊക്കെ പോയല്ലോ ഇപ്പൊ. എന്തായാലും പോലീസുകാരൻ്റെ ചെയ്യാൻ പറ്റുമോ? ഒരു തരിപ്പ് കയ്യിലുണ്ടാവും. ഓരോരുത്തരെ കണ്ണ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാനുള്ള തരിപ്പ്. നമ്മൾ ഇഫക്റ്റീവ് ആയിരിക്കണം. ഒരു പ്രൊഫഷണൽ ഒരു ലുക്ക് പോലീസിന് ഉണ്ടായിരിക്കണം. ആ ഇഫക്റ്റീവ് നമ്മളായിരിക്കണം. നാട്ടുകാരൊക്കെ സഹിച്ചിട്ട് ഒരു ആളിന് അവർ പറയുന്നത് 95% ആളുകൾ, അതൊരു കണക്കാണ് പറയുന്നത്, 95% ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ അവർ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് പോലും പോവാത്ത ആളുകളാണ്. പോകാൻ ആഗ്രഹിക്കുന്നുമില്ല, അവർ പോവുകയില്ല. പോവില്ല. ഒരു 1, 2, 3% പ്രത്യേകിച്ച് ഒരു നിവൃത്തിയില്ലാതെ കൊണ്ട് അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുന്നു. പിന്നെ SP കാണാനൊക്കെ വന്നത് ഇയാൾക്ക് ജീവിതത്തിൽ ഒന്നും ബാക്കിയൊന്നുമില്ലാതെ പറഞ്ഞിട്ട് ഇയാൾ SP ഓഫീസോ ഇല്ലെങ്കിൽ IG ഓഫീസിലേക്ക് വരുന്നത്. വന്നിട്ട് ശേഷവും നമ്മൾ ഈ ആളിൻ്റെ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആളിന് നമുക്ക് ന്യായം കൊടുക്കാതെ വെറും ഇതെല്ലാം നോക്കാം, ഇല്ലെങ്കിൽ ഇത് ഒരു സിവിൽ ഇഷ്യൂ ആണ്, ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല ഏതോ ഒരു കാരണം കൊണ്ട്, പിന്നെ നമ്മൾ ഋഷിരാജ്, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി തോന്നിയ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു കണ്ടന്റ് തോന്നിയിട്ടുള്ള ഒരു നിമിഷം ഏതാണ്? ആ ഒരു മൊമെന്റ് ഏതാണ്? ഇപ്പോൾ ഈ അടുത്ത കാലത്തിൽ എനിക്ക് തോന്നിയതാണ്, DGP ജയിൽ വകുപ്പിൻ്റെ DGP ആയ സമയത്തിൽ അത് ഞാൻ മരിക്കുന്നവരെ ഞാൻ ഓർമ്മിക്കും. ഞാനൊരു തീരുമാനമെടുത്തു, എല്ലാ ജയിലിലും പോകുന്നു. ഇതുവരെ ആരും മറ്റേ എല്ലാ ജയിലുകളിലും ആരും പോയിട്ടില്ല. 52 ജയിലുകളാണ് കേരളത്തിൽ. 80,000 ആളുകൾ അവിടെ കിടക്കുന്നു, ഏകദേശം 8,000. അത് ഞാൻ എല്ലാ ജയിലുകളും സന്ദർശിക്കുകയും എല്ലാ ആളുകളെ കാണുകയും തീരുമാനമെടുത്തു. ഞാൻ എല്ലാവരും പോയി കണ്ടു, അവിടെ പാടപ്പെട്ടു. ഞാനവിടെ 5 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു മലബാറിൻ്റെ ഒരു ജയിലിൽ ഞാൻ പോകുമ്പോൾ ഒരാൾ ഭയങ്കര കരച്ചിൽ. സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ ഒരു കൊലപാതകം കേസിൻ്റെ പ്രതിയായിട്ട് ഞാനവിടെ കഴിഞ്ഞു പോവുകയാണ്. 2 വർഷമൊക്കെ ആവാറായി. ഇനിയും ഇതിൻ്റെ വിധി വരാൻ പോകുന്നു. ചിലപ്പോൾ അവർ ഒരു 15 വർഷമോ ഈ ജീവിത പര്യന്തം എനിക്ക് കിട്ടും. ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല സാർ, എന്തെങ്കിലും ചെയ്യണം. ഇയാളുടെ കരച്ചിൽ, ഒരു കാര്യം മനസ്സിലാക്കണം, ഇയാളുടെ കരച്ചിൽ കൊണ്ട് ഇയാളുടെ ഷർട്ട് മുഴുവൻ നിറഞ്ഞു. ഇതൊരു അപൂർവമാണ്. അത്രയും കരച്ചിലുണ്ടെങ്കിൽ ഞാൻ അത് ശരിയല്ലല്ലോ. ഇയാൾ പറഞ്ഞ, ഞാനൊരു ബോഡി ലാംഗ്വേജ് എക്സ്പേർട്ട് കൂടിയാണ്, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് പഠിച്ചതാണ്. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇയാൾ ഒന്നുകൂടെ പുറത്ത് പറയാൻ പറഞ്ഞു. സംഭവമെല്ലാം ഞാൻ കേട്ടിട്ട് എനിക്ക് തോന്നി ഇയാൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന്. ഇയാളൊരു ഒരു റിക്ഷ ചലിക്കുന്ന ആളാണ്. വേറെ ഒരു അന്യ സംസ്ഥാനം നിന്ന്, കർണാടക നിന്ന് വന്ന് റിക്ഷ അവിടെ ചലിക്കുകയായിരുന്നു. 2 ആൾ ഇരുന്നു പറഞ്ഞു, ഞങ്ങൾ ഓരോ സ്ഥലം വരെ കൊണ്ടുപോകണം. അന്നത്തെ സംഭവം പറയുകയാണ് ഇയാൾ. ഇയാൾ പൈസ കൊടുത്തിട്ട് അവർ പോകുന്നു. 2 ദിവസം ശേഷം ഇയാൾ പത്രത്തിൽ വായിക്കുന്നത് ഈ 2 ആൾ എവിടെയോ പോയിട്ട് ഒരാളെ കൊന്നു. അപ്പോൾ ഇയാളെന്ന് ഒരു 3ാമത്തെ പ്രതിയായിട്ട് അതിനടുത്ത് ചേർത്തു. ഇയാളെ പറഞ്ഞു, സാർ എന്നോട് അവർ റിക്ഷയുടെ കാര്യം ചോദിച്ചു, ഞാൻ അവരെ കൊണ്ടുപോയി, ഞാൻ തെറ്റാണ് ചെയ്തത്. ഈ കാര്യം മുഴുവൻ ഞാൻ SP-നോട് പറഞ്ഞു. നല്ല മിടുക്കനായ ഒരു SP ഉണ്ടായിരുന്നു. SP പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സാർ, എനിക്ക് 2 ദിവസം സമയം തരണം, ഇത് ശരിയാണോ ഇല്ല ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. SP 2 ദിവസം അന്വേഷിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാർ ശരിയാണ് സാർ, ഇയാളെ പട്ടുപോയി സാർ, ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ പോലീസ് ഒരു നിരപരാധിയെ ചാർജ് ചെയ്യാണ് ചെയ്തത്. ആ ചാർജ് ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യം അവർക്ക് ചിലപ്പോൾ മനഃപൂർവ്വം ഇല്ലായിരിക്കാം. ഓക്കെ. അപ്പോൾ കേസ് ഇപ്പോൾ കോടതിയിൽ വന്നത് കൊണ്ട്, വിചാരണ തുടങ്ങിയത് കൊണ്ട് നമ്മൾ മജിസ്ട്രേറ്റിനും അറിയിക്കണം. മജിസ്ട്രേറ്റിനെ അവരെ അറിയിച്ചു. മജിസ്ട്രേറ്റ് കാര്യങ്ങൾ സംബന്ധിച്ചു. എല്ലാം മനസ്സിലാക്കിയ ശേഷം 15 വർഷം ചിലപ്പോൾ ഈ ജയിലിൽ കിടക്കാൻ പോകുന്ന ആൾ 15 ദിവസത്തിൽ വീട്ടിലേക്ക് പോയി. വെരി ഗുഡ്. അതൊരു സന്തോഷമായ താങ്കളുടെ ജീവിതത്തിൽ മറക്കാനാകാത്തൊരു അധ്യായം. അത് മറക്കാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യം കൊടുത്തു. താങ്കളുടെ മനസ്സിൽ എപ്പോഴും റിഗ്രറ്റ് ഉള്ള ഒരു തീരുമാനം, താങ്കൾ ഒരു നിരപരാധിയെ പിടിച്ച് അടിച്ചു ചവിട്ടി, പിന്നീട് മനസ്സിലാകുന്നു അയാൾ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ഇൻസ്റ്റൻസ് ലൈഫിലുണ്ടായിട്ടുണ്ട്. ഒരു റിഗ്രറ്റ്, എപ്പോഴും ഒരു മറക്കാനാകാത്തൊരു റിഗ്രറ്റ്. ഇവിടെ ഈ ഫ്ലോറിൽ പല ആൾക്കാരും പല സത്യങ്ങളും പറയുന്നു. ഞാനിപ്പോൾ താങ്കളുടെ മനസ്സിലുള്ള ഒരു സത്യം പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ ഒരു സംഭവം, കാരണം ഞങ്ങൾ അങ്ങനെ ഒരു താങ്കൾ ബലമായിട്ട് ആരെ അകത്താക്കിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവുന്നില്ല. എന്തായാലും ഒരു കൈപ്പഴിവ് സംഭവിക്കാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ലോകത്തുണ്ടോ? ഉണ്ടാവും. ചെയ്ത തെറ്റ് താങ്കൾ റിയലൈസ് ചെയ്തിട്ട് താങ്കൾ തിരുത്താൻ പറ്റിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ?
നമ്മുടെ ഇന്റർവ്യൂ ഒന്ന് കഴിയട്ടെ, അതിന് അടുത്ത് ഓർമ്മ വന്നാൽ ഞാൻ പറയാം. ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഏറ്റവും സമർത്ഥമായ രീതിയാണ്. പക്ഷെ എന്തായാലും സംഭവങ്ങളുണ്ട്. CBI ഞാൻ പാടുപെട്ടിട്ട് ചെയ്ത ചില കേസുകൾ അതിന് ഇതുവരെ വിചാരണ പോലെ തുടങ്ങിയില്ലാന്ന്, അത് അവരുടെ ആളുകൾ അവരുടെ പ്രതാപവും അതൊക്കെ ചെലവാക്കിയിട്ട് അത് വിചാരണ ഒന്നും ആവുന്നില്ല, ഒന്നും തുടങ്ങുന്നില്ല. അതായിരിക്കും ഒരു ദുഃഖം മാത്രം. ഈ സെൻട്രൽ ഏജൻസീസിനേക്കാളും എന്തുകൊണ്ടും ഭേദം കേരള പോലീസാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്, താങ്കളുടെ അനുഭവം വെച്ചിട്ട്? ഇല്ല, അത് സെൻട്രൽ ഏജൻസി CBI കാര്യം നോക്കുകയാണെങ്കിൽ അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ഉള്ളൂ. എന്നാലും താങ്കളുടെ ഒരു കംഫർട്ട് ലെവൽ എവിടെയാണ്? അപ്പോൾ ഇവിടെ അതായത് നിയമം പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും യു ഹാവ് എ വ്യൂ അബൌട്ട് ഇറ്റ്. ഇങ്ങനെയാണ് കുറച്ചും കൂടി സമൂഹത്തിന്. ദാറ്റ്സ് ഗുഡ്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ടഡ് ടു നോ ഫ്രം യു. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വലിയ പ്രശ്നം ഞാനിപ്പോൾ കാണുന്നത് ഡ്രഗ്സിൻ്റെ ആണ്. ഡ്രഗ്സ് ആണ്. അമൃത്സർ ഇൻ പഞ്ചാബ്, പൂനെ ഇൻ മഹാരാഷ്ട്ര, പിന്നെ മൂന്നാമത് കൊച്ചി ഇൻ കേരള ആണ്. ഈ ഉപയോഗത്തിന് ഈ മയക്ക് മരുന്നിൻ്റെ ദുരുപയോഗത്തിന് ഏറ്റവും മൂന്നാമത്തെ സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഒരു ആക്ടിവിസ്റ്റ് പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുള്ളതാണോ അതെയോ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് നിയമപരമായിട്ട് ഒരു കടമയായിട്ട് എടുക്കുന്നതാണ്? ഈ ഉത്തരേന്ത്യയിലൊക്കെ എല്ലാ ആളുകളും ആഹാരം പോലെയാണ് ഇത് ഈ പാനപരാഗ് കഴിക്കുന്നത്. അതിനകത്ത് ഒറ്റ സാധനം ഒന്ന് കഴിച്ചൊന്ന് നോക്കൂ, ഒരു പെട്ടെന്ന് ഒരു സ്ഫൂർത്തി, ഒരു ഉത്തേജന നമ്മുടെ ശരീരത്തിന് വരുന്നു. ഞങ്ങൾ ഈ പാനപരാഗവും ഈ ശല്യം തന്നെ ഇപ്പോൾ ഞങ്ങൾ പിടിച്ചത് 50,000 കിലോ ആണ്. 2 മാസത്തിന്റെ കാര്യമാണ് പറയുന്നത്. വെറും ഒരു പാക്ക് കഴിച്ചാൽ ശരീരത്തിന് ഉത്തേജന വരുമോ? ഒന്നും വരില്ല. സാധാരണ ഒരു കെട്ടിപ്പിടിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ തൊട്ടടുത്ത് പോലെ വരാറ് പോലും ഇല്ല, ദൂരം ഇങ്ങനെ മാറി നിൽക്കുന്നു. എന്തോ ഒരു കുട്ടും ബോധം പോലെ. ഇയാളുടെ നടപ്പ് ശരിയല്ല, ഇയാളെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ആദ്യമായിട്ട് അത് കണ്ടുപിടിക്കേണ്ടത് ഫാമിലി. അവർ കണ്ടുപിടിക്കണം. ആ ഒരു ഫ്രസ്ട്രേറ്റഡ് സെക്സ് കൊണ്ട് ഒരു പെൺകുട്ടിയെ നോക്കുന്ന ഒരു സാഹചര്യം, അല്ലാതെ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും രണ്ടുപേരെയും എതിർ ക്യാമ്പുകളിൽ പിടിച്ചിടുന്നത് ശരിയാണോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. രാജസ്ഥാനിലെ ഇനിയും എൻ്റെ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്തുള്ള 2 ഗ്രാമങ്ങളിൽ പെൺകുട്ടികളെ ജനിക്കാതെ പോലെ സമ്മതിക്കലില്ല ഇനിയും. അത് അറിയാമോ? അമ്മ എല്ലാ ആളുകൾക്കും വേണം, ഭാര്യ എല്ലാ ആളുകൾക്കും വേണം, ആർക്കും ബുദ്ധിമുട്ടില്ല. സഹോദരി എല്ലാ ആളുകൾക്കും വേണം. നമ്മുടെ മോള് ഇപ്പോൾ ആർക്കും വേണ്ട, അങ്ങനെ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് വെറുതെ അല്ല 1000 ആളുകൾക്ക് വേണ്ടി പഞ്ചാബ് ഹരിയാനയിലെ 700 പെൺകുട്ടികളെ ഉള്ളൂ. അപ്പോൾ ലിംഗഭേദം ഇവിടെ ഒന്നും, ലിംഗഭേദത്തിൻ്റെ കാര്യം നമ്മുടെ കേരളത്തിന് അത് പ്രസക്തിയേ ഇല്ല. കാരണം അങ്ങനെ ഒരു വിചാരണ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല.